ഹായ് ഹലോ നമസ്കാരം. അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. ഹോം മെയ്ഡ് പീനട്ട് ചിക്കി. നന്നായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പീനട്ട് ചിക്കിയാണ്. കണ്ടോ, നല്ല ഷേപ്പായിട്ട് നല്ല ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു 1/2 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് വറുത്തതാണ് ആൾറെഡി. എന്നാലും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പൊടിച്ചെടുക്കുന്നതിലേക്ക് ഒന്ന് ചൂടായി വരുന്നവരെ മാത്രം പാത്രത്തിലിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്താൽ മതിയാകും. കണ്ടോ, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. അതേ പാനിലേക്ക് തന്നെ ശർക്കര പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് തികച്ചില്ല, കുറച്ച് കുറവാണ്. അത്രയും മതിയാകും മധുരം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പാകം ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് ഒരേ 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ശർക്കര ഉരുകി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ശർക്കര ചൂടായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന കപ്പലണ്ടി ഒന്ന് പൊടിച്ചെടുക്കണം. തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മതി. അതിൻ്റെ കൂടെ ചെറിയ 2 പീസ് ജാതിപത്രി ചേർക്കുന്നുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ശർക്കര നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒരു കപ്പിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് നോക്കാം. കണ്ടോ, സെറ്റായിട്ടില്ല ശർക്കര. ഒരു 2 മിനിറ്റും കൂടി ഞാൻ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ശർക്കര ഇളക്കി കൊടുക്കായിരുന്നു. ഇപ്പം ഈ സമയത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, വീഴുമ്പോൾ തന്നെ ബോൾ പോലെയാണ് വീഴുന്നത്. ഇതാ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. ഈ സമയത്ത് നമുക്ക് പൊടിച്ച് മാറ്റി വെച്ചിരുന്ന കപ്പലണ്ടി ജാതിപത്രി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈവിടാതെ തന്നെ പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കണം. ഒരു ബട്ടർ ഷീറ്റ് നേരത്തെ തന്നെ നമുക്ക് റെഡിയാക്കി വെക്കണം. നന്നായിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാത്രത്തിൽ ഇങ്ങനെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ബട്ടർ ഷീറ്റിലേക്ക് മാറ്റി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, കപ്പലണ്ടി നന്നായിട്ട് ഉരുണ്ട് വരുന്നുണ്ട് പാത്രത്തിൽ. അര സ്പൂൺ മാത്രമാണ് നെയ്യ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ ബട്ടർ ഷീറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഷീറ്റിലേക്ക് ചൂടോടെ തന്നെ കപ്പലണ്ടി ശർക്കര മിശ്രിതം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സ്പാറ്റിലയിൽ ഒട്ടിയിരിക്കുന്നതൊക്കെ നമുക്ക് ഇളക്കിയിട്ട് അതിൻ്റെ പുറത്ത് തന്നെ പെട്ടെന്ന് ചൂടോടെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ഷീറ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ചപ്പാത്തി റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയൊന്നും ഒരു നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. നന്നായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചൂടോടെ തന്നെ കത്തി വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുക്കേണ്ട ഭാഗം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് സെറ്റായി പോകും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ചെറുതായിട്ട് ഒട്ടുന്ന പോലെ തോന്നും, പക്ഷെ ചൂടാറി കഴിഞ്ഞാൽ നല്ല ടെക്സ്ചറിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചൂട് തണുക്കട്ടെ. ചൂട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം.
കണ്ടോ, നന്നായിട്ട് ഒട്ടാതെ തന്നെ ഇളകി വരുന്നുണ്ട്. ഈ മറുവശം കൂടെ ഒന്ന് ചൂട് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പീസസ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പീനട്ട് ചിക്കി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കൈ കൊണ്ട് തന്നെ കണ്ടോ, ഇങ്ങനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ വരുന്നതായിരിക്കും. നല്ല ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി പീനട്ട് ചിക്കി നമ്മൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയുണ്ടെന്നുള്ളത് അറിയിക്കണം ഉറപ്പായിട്ടും. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ ഈസി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.